വയനാടൻ മലനിരകളുടെ പശ്ചാത്തലത്തിൽ കോടമഞ്ഞ് പുതച്ചുകിടക്കുന്ന ചാത്തൻപാറ എന്ന മലമുകളിലേക്ക് ഒരു രാത്രിയിലാണ് രാഹുലും അവന്റെ സുഹൃത്ത് വിനയനും യാത്ര തിരിച്ചത്. ഒരു കാലത്ത് ആദിവാസി കുടികൾ താമസിച്ചിരുന്ന, പിന്നീട് ദുരൂഹമായ ചില സംഭവങ്ങളെ തുടർന്ന് ജനങ്ങൾ ഒഴിഞ്ഞുപോയ ഒരു പ്രേതഭൂമിയായിരുന്നു അത്. അവിടെ പണ്ടാരോ ഒളിപ്പിച്ചുവെച്ച നിധിശേഖരമുണ്ടെന്നും അതിനെ കാത്തുസൂക്ഷിക്കുന്നത് ഒരു യക്ഷിയാണെന്നുമുള്ള കഥകൾ വിനയൻ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ നഗരത്തിലെ ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന രാഹുലിന് ഇത്തരം കഥകൾ വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമായിരുന്നു. തന്റെ പുതിയ പുസ്തകത്തിന് പശ്ചാത്തലമൊരുക്കാൻ വേണ്ടിയാണ് അവൻ വിനയനെയും കൂട്ടി ആ നിഗൂഢമായ മലമുകളിലേക്ക് പുറപ്പെട്ടത്. അർദ്ധരാത്രിയോടടുത്തപ്പോൾ കാടിന്റെ വന്യത കൂടിവന്നു. കോടമഞ്ഞ് കാരണം തൊട്ടുമുന്നിലുള്ളതുപോലും കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവർ പതുക്കെ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് ദൂരെ എവിടെയോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ശബ്ദം കേട്ടു. വിനയൻ ഭയന്നു വിറച്ചു നിന്നുപോയി. രാഹുൽ, നമുക്ക് തിരികെ പോകാം, ഈ കാട് അത്ര നല്ലതല്ല, അവൻ പറഞ്ഞു. എന്നാൽ രാഹുൽ അത് കാട്ടുകഴുതകളുടെയോ മറ്റോ ശബ്ദമായിരിക്കുമെന്ന് പറഞ്ഞ് ചിരിച്ചുതള്ളി. അവർ നടത്തം തുടർന്നു. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ കരിമ്പനപ്പൂക്കളുടെ വശ്യമായ സുഗന്ധം പടർന്നുപിടിച്ചു. അതോടൊപ്പം ഒരു സ്ത്രീയുടെ കാൽച്ചിലമ്പൊലിയും അന്തരീക്ഷത്തിൽ മുഴങ്ങി. അവർ നടന്ന് ഒടുവിൽ ചാത്തൻപാറയുടെ മുകളിലെത്തി. അവിടെ വള്ളിച്ചെടികൾ പടർന്നു പന്തലിച്ച ഒരു പഴയ തറവാടിന്റെ അവശിഷ്ടങ്ങൾ കാണാമായിരുന്നു. തറവാടിന്റെ നടുമുറ്റത്ത് ഒരു വലിയ പാലമരം നിന്നിരുന്നു. ആ പാലമരച്ചുവട്ടിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീരൂപം നിൽക്കുന്നത് അവർ കണ്ടു. നീണ്ട മുടിയും തിളങ്ങുന്ന കണ്ണുകളുമുള്ള ആ രൂപം അവരെ നോക്കി പുഞ്ചിരിച്ചു. രാഹുൽ അത് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. എന്നാൽ വിനയന് കാര്യം മനസ്സിലായി. അവർ കേട്ട കഥകളിലെ യക്ഷി തന്നെയായിരുന്നു അത്. പെട്ടെന്ന് ആ രൂപത്തിന്റെ മുഖം ഭീകരമായി മാറി. കണ്ണുകളിൽ നിന്ന് ചോരയൊഴുകാൻ തുടങ്ങി. പല്ലുകൾ നീണ്ടു കൂർത്തതായി മാറി. ഭയത്തിന്റെ പരകോടിയിൽ വിനയൻ നിലവിളിച്ചുകൊണ്ട് പുറകോട്ടോടിയെങ്കിലും കാൽ തെറ്റി തറയിൽ വീണു. രാഹുലിന് തന്റെ യുക്തികളെല്ലാം നഷ്ടപ്പെട്ടു. ആ ഭീകരരൂപം ഒരട്ടഹാസത്തോടെ അവരുടെ നേരെ അടുത്തുവന്നു. ചുറ്റുമുള്ള അന്തരീക്ഷം കറുത്ത പുകയാൽ മൂടപ്പെട്ടു. രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കിയ രാഹുലും വിനയനും കൈകൾ കൂപ്പി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തങ്ങളുടെ അഹങ്കാരത്തിന് മാപ്പു നൽകണമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. പെട്ടെന്ന് കാടിനെ കുലുക്കിക്കൊണ്ട് ഒരു വലിയ കാറ്റ് വീശിയടിക്കുകയും മലമുകളിലെ ഒരു പഴയ കാളിക്ഷേത്രത്തിൽ നിന്ന് വലിയൊരു മണിനാദം മുഴങ്ങുകയും ചെയ്തു. ആ ശബ്ദം കേട്ടതും ആ ഭീകരരൂപം ഒരു നിലവിളിയോടെ വായുവിൽ അലിഞ്ഞുചേർന്നു. നേരം പുലരാൻ തുടങ്ങിയിരുന്നു. മഞ്ഞിന്റെ മറനീക്കി സൂര്യകിരണങ്ങൾ മലമുകളിലേക്ക് പതിച്ചപ്പോൾ ആ പ്രദേശത്തെ ഭയാനകമായ അന്തരീക്ഷം അപ്രത്യക്ഷമായി. ബോധം തിരികെ കിട്ടിയ വിനയനെയും കൂട്ടി രാഹുൽ മലയിറങ്ങി ഓട്ടി. പ്രകൃതിയിലെ നിഗൂഢ ശക്തികളെ വെല്ലുവിളിക്കാൻ മനുഷ്യന് കഴിയില്ലെന്ന വലിയൊരു തിരിച്ചറിവോടെ ഇനിയൊരിക്കലും ഇത്തരം അനാവശ്യ സാഹസികതകൾക്ക് മുതിരില്ലെന്ന ഉറച്ച തീരുമാനവുമായി അവർ ആ മലയോട് എന്നേക്കുമായി വിട പറഞ്ഞു.